ഇന്നലെ ഇക്ക കുറച്ച് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള കറി ഞാൻ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ തേങ്ങാപ്പാലും പച്ചമാങ്ങ ഇട്ടിട്ടാണ് ഈ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇല്ലെങ്കിൽ വെന്തയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകവും പെരുംജീരകവും ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി വേഗം ഒന്ന് വാടി കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കുക. ചെറിയുള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സായി ഇതിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വരുമ്പോൾ അതിലേക്ക് പച്ചമാങ്ങ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലി കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കാണാൻ ഒരു മഞ്ഞ കളറിലാണെങ്കിലും കഴിക്കുമ്പോൾ നല്ല പുളിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുളിപ്പുള്ള മാങ്ങ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാം കൂടിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി കുറച്ച് കുറവാക്കിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഈ കറിക്ക് ഒരു യെല്ലോയിഷ് കളറാണ് ഉണ്ടാവുക. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടീൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ സ്റ്റേജിൽ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് മുന്നേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വലിയ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീൻ കഴുകി വൃത്തിയാക്കി ഓരോ പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മറിച്ചും തിരിച്ചിട്ടിട്ട് നമ്മൾ ആ മസാലയിൽ തന്നെ മീൻ ഒന്ന് ഫ്രൈ ആയി കിട്ടാനാണ്. എന്നിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ദാ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ എടുത്തിട്ട് അതിലേക്ക് 1 തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 1.5 കപ്പ് 1 തേങ്ങാപ്പാൽ അതിൽ ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി എടുക്കരുത്, മീനൊക്കെ ഉടഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കുക. അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂട് ചോറിനൊപ്പം കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യുന്നത്.